പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പം ഞാൻ വീഡിയോയിൽ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ അറിഞ്ഞിരിക്കണം, പ്രത്യേക ജാഗ്രത പാലിക്കണം. കണ്ടോ, ഇത് ഞാൻ പൊന്തമ്മഴ വനത്തിലാണ് നിൽക്കുന്നത്. പൊന്തമ്മഴ വനത്തിലൂടെ പോകുന്ന പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ആണ്. കണ്ടോ, ഇതിന് നേരെ നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലായല്ലോ. ഇത് കണ്ടോ, മരത്തിൻ്റെ മുകൾ ഭാഗം ഒടിഞ്ഞ് റോഡിലേക്ക് കഴിഞ്ഞ ദിവസം വീണതാണ്. മനസ്സിലായല്ലോ, അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കിടക്കുന്നത്. കണ്ടോ കണ്ടോ ഇതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. വനത്തിൻ്റെ ഉള്ളിലൂടെ ഉള്ള റോഡിലൂടെ യാത്ര ചെയ്യുമ്പം നമ്മൾ നിതാന്ത ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഈ മൂവാറ്റുപുഴ അതായത് മൂവാറ്റുപുഴ പുനലൂർ റോഡ് എന്ന് പറഞ്ഞാൽ പൊന്തമ്പുഴ വനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 2 കിലോമീറ്റർ മിച്ചമേ ഉള്ളൂ. 2 കിലോമീറ്റർ മിച്ചം. പക്ഷേ ഇത് ഏത് സമയത്തും മറ്റൊരിടത്ത് മഴയില്ലെങ്കിൽ പോലും ഇവിടെ മഴയുണ്ട്. മനസ്സിലായല്ലോ, ഇടയ്ക്കിടയ്ക്ക് കാറ്റുമുണ്ട്. അതുപോലെ നിബിഡ വനമാണ്. 2 വശത്തൂടെയും മരങ്ങൾ നിൽക്കുന്നതുണ്ടാവും. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനത്തിലും മറ്റ് കാറിലും മറ്റുള്ളവർ ചെറിയ വാഹനത്തിൽ പോകുന്നതിന് പെട്ടെന്ന് അതായത് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ. അതുപോലെ വൈകുന്നേരങ്ങളിൽ ഇവിടെ പ്രത്യേകിച്ച് നമുക്കറിയാം വനപ്രദേശത്ത് ഉള്ള റോഡിൽ ഒരു കാരണവശാലും ലൈറ്റില്ല. അത് വന്യമൃഗങ്ങൾക്ക് പ്രശ്നമുള്ളത് കൊണ്ട് ലൈറ്റ് ഇടാറില്ല. അപ്പോൾ ഇരുട്ടാണ്. നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിലുള്ള വേട്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. 2 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ജാഗ്രത പാലിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ 7 മണിക്ക് ശേഷം ഇതുവഴിയുള്ള യാത്ര ചെയ്യുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. മനസ്സിലായല്ലോ. ഇത് ഞാൻ ഒരു മരത്തിൻ്റെ ഞാൻ ഒരു 3-4 മരങ്ങൾ അവിടെ ഒടിഞ്ഞ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ അതൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതാണ്. അപ്പം ഇരു സൈഡും മരങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ പൊന്തമ്പുഴ വനമെന്ന് പറയുമ്പോൾ സാധാരണ വനം പോലല്ല. വനം നിബിഡ വനമാണ്. 2 സൈഡിലും നമ്മൾ നിൽക്കുന്നത് അതായത് ഒരു കാരണവശാലും ഒരു സൂര്യപ്രകാശം അതായത് നല്ല വെയിലത്തല്ലാതെ അടിക്കുന്ന സ്ഥലവുമല്ല. മറ്റൊരിടത്ത് മഴയില്ലെങ്കിൽ ഇവിടെ മഴയുണ്ടാകും. തണുത്ത കാലാവസ്ഥയുമാണ്. നമുക്കറിയാം പ്രകൃതിയുടെ നല്ല കനിവുള്ള പ്രദേശവുമാണ്. ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്യുന്നതും വിശ്രമിക്കുന്നതും ഇവിടെയുമാണ്. അത് പ്രത്യേകം നമ്മൾ ഓർക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത്. നന്ദി, നമസ്കാരം. ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈനാർ റാവുത്തർ, പത്തനംതിട്ട, ചുങ്കപ്പാറ. യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അറിയാൻ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയിച്ചു കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വാർത്തകൾക്കാണ്. ഉടനടി വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി ഉണ്ടാകുന്ന വാർത്തകൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അത് മാത്രമാണ് നമ്മുടെ ചാനലിൻ്റെ വിജയവും നമ്മളുടെ ചാനലിൻ്റെ കുതിപ്പും. മനസ്സിലായല്ലോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു, നന്ദി. ഓക്കെ.